So, good morning everyone. ആഹ്, അങ്ങനെ തായ്ലാൻഡിലെ ഇതിപ്പോൾ ഇവിടെ വെക്കത് ആ തായ്ലാൻഡിലെ വൈബല്ലേ. തായ്ലാൻഡിലെ ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാണ്? ഞാൻ 12-ാം തീയതി അവിടെ എത്തിയത്. 13, 14, ഇന്ന് 14-ാം തീയതി അല്ലേ? 14-ാം തീയതി ആവും. ഓക്കെ, അപ്പം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമാണിത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് വർക്കൗട്ട് വീഡിയോ വെക്കാം. ഇന്ന് ചെസ്റ്റിനും ട്രൈസിനുമാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജിമ്മിൽ പോയിട്ട് ഒരു വർക്കൗട്ട് വീഡിയോ സെറ്റാക്കാം. ഓക്കെ, നമ്മളെ ഇവിടുത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയ ജിമ്മാണ്, കുറേ മെഷീൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നായിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കാനുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുസേലി ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല്, കുറച്ച് തേന്, പിന്നെ ഒരു പ്രോട്ടീൻ ഷേക്കും. ഓക്കെ, ഇതിൽ 33 ഗ്രാം പ്രോട്ടീൻ കിട്ടും സിംഗിൾ ഇതിൽ. അപ്പോൾ ഓക്കെ, ഏതായാലും ഇത് കഴിക്കട്ടെ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പഴങ്ങളും മറ്റേ കാണാം, റംബൂട്ടാൻ. റംബൂട്ടാൻ ഉണ്ട്, പേരക്ക ഉണ്ട്. ഓക്കെ, സോ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം സെറ്റാണ്. ഞാൻ മുസേലി ഇട്ടുന്നുണ്ടായിരുന്നു. മുസേലിയിൽ കുറച്ച് പാലും പറഞ്ഞ് സംഭവം സെറ്റാക്കി. ഇനി അതിലേക്ക് കുറച്ച് ഹണി ചേർക്കണം ആൻഡ് അവർ പ്രോട്ടീൻ ഷേക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ പ്രോട്ടീൻ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എത്ര ആവും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, മന്ത്ലി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാനതിൽ പറഞ്ഞു തരാം. ഓക്കെ, സോ ആദ്യം ഇത് കഴിക്കട്ടെ, എങ്ങനെ ഉണ്ടോ കേട്ടോ. അപ്രൂവ്ഡ്. കിളി പറയാൻ മുതൽ സാധനം. സോ ഇന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് അലക്കാണ്ട്. അലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഏതൊക്കെ ഇടുക്ക് വണ്ടിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വയറ്റായിട്ടുള്ള പ്ലേസ്, ഒച്ചപ്പാട് കാര്യങ്ങളോ അങ്ങനത്തെ ഒരു കേസും ഇല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഇതേതാ വണ്ടിയാവോ? ഒരു ഓട്ടോറിക്ഷ സെറ്റപ്പിലുള്ള കാറാണ്, കാറ്. സോ വാഷിങ് നമ്മൾ ഇവിടെ നിന്ന് ചില്ലറാക്കിട്ടോ. ചില്ലറ മാത്രമേ ഓടുള്ളൂ, എനിക്കറിയില്ല. വാഷ് നമ്മൾ 5-ലാണ് കൊണ്ടുപോയിട്ട് നോർമൽ വാഷ് മതി.กำลังเริ่มทำงานตรวจสอบฝาเครื่องและติด. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ കാത്തു നിൽക്കാം. ഫൈനലി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ റൂമൊക്കെ നടക്കാം. നടക്കൂല കേട്ടോ, പെരുമ്പേയിൽ. പൊള്ളി പാളീസായി. നമ്മൾ ജിമ്മിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ. ഞാൻ ശരിക്കും നഞ്ഞി. അയ്യോ, പെരുമയ അമ്മയുടെ നഞ്ഞിയാണ്. ഇനിയിപ്പോൾ നാളെ ഇത് തന്നെ കയറാൻ അവസ്ഥ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇവിടെ മൊത്തത്തിൽ നല്ല മഴയാണ്. അപ്പം എങ്ങനെയായാലും ഒരു മഴക്കോട്ട് അർജൻറ്റാണ്. ഒരു മഴക്കോട്ട് നിർബന്ധമാണ്. പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? ഒരു മഴക്കോട്ട് നിർബന്ധമാണ്. പിന്നെ ഒരു ക്രോക്സും.
ഒരു ക്രോക്സ് നിർബന്ധം. അല്ലാന്നുണ്ടെങ്കിൽ എന്നും ഇങ്ങനെ അതേപോലെ നഞ്ഞ് പോകേണ്ടി വരും. നമ്മളെ 100 റുപ്യേൻ്റെ ആ ഒരു മയക്കോട്ട് ഉണ്ടല്ലോ നീളത്തിലുള്ള, അതാണ് സംഭവത്തിൽ വേണ്ടിയത്. ഇവിടെ അത്ര ക്വാളിറ്റി ഉള്ള സാധനം ഇല്ല തോന്നുന്നുണ്ട്. ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതാ കിടക്കും ബസ്സൊക്കെ. ഈ ബൈക്ക് ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണേ. കാരണം അങ്ങോട്ട് ആ സൈഡിലേക്ക് ഫുള്ള് ഉള്ളേരിയാണ്. ഈ പെരുമായിട്ടിപ്പോൾ ഞാനങ്ങനെ പോവാതെ പോകരുത്. എന്ത് ചെയ്യാം, സീനടിച്ചല്ലോ. കയറിയിട്ട് ഷൂ അതിലാക്കി ഒരു അത് നോ ഓക്കെ. $227. ഓക്കെ ഓക്കെ, പൈസ കൊടുക്കട്ടോ. യെസ് ഗായ്സ്, വി ആർ ഇൻ ദ ജിം. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ. സോ ഓക്കെ, സോ ഇന്ന് ചെസ്റ്റിനാണ് കളിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വാമപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ വാമപ്പിന് ഇവിടെ പറ്റിയ സ്ഥലം മൂലൊക്കെ ഒന്നും ചെയ്യാതല്ലേ, അത് പിന്നെ ആരും ശല്യപ്പെടുത്തുണ്ടാവില്ലല്ലോ അല്ലേ. കേൾക്കുന്നുണ്ടോ? ആദ്യം അത് നോക്കണം. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ ഇത് റെഡിയാണ് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെസ്റ്റിനാണ് കൊടുക്കാൻ പോകുന്നത്. ചെസ്റ്റിന് ജസ്റ്റ് ഒന്ന് പിന്നെ വേറെ വലിയ സംഭവം എന്താ ഒച്ചപ്പാടും പാടും വേറെ സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമ്മിൽ നമുക്ക് ഫീസ് വന്ന എത്ര വരും? 4000 നാട്ടിലത്തെ 4000. നാട്ടിൽ 750 800 ഫീസ് കൊടുത്താണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഞാനാ 4000 ജിമ്മിൽ ഫീസും കൊടുത്താണ്ട് വർക്കൗട്ട് ചെയ്യണ. എൻ്റെ മോനെ എന്താ കഥ, ഒരു കഥ കേട്ടോ. ഞാൻ ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിയോ? അല്ലോ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെസ്റ്റിന് ഓക്കെ. സോ ഉടായ്പ വാങ്ങപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം തരുമോ, സാനിറ്റൈസ് ചെയ്യണം. ഇത് ഫുള്ള് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സാനിറ്റൈസ് ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, എന്താ കഥ. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോന്ന് കൊണ്ടുവരണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ അണുക്കളും മറ്റേതൊക്കെ ഉണ്ടാവുക ഇങ്ങനെ ഇതുപോലത്തെ ഈ ജിമ്മിലൊക്കെ വിയർപ്പിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കിട്ടുക. സോ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഓരോ സമ്പ്രദായങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ആരുടെയും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ എല്ലാം ചെയ്യുള്ളൂ. അതാണ് നമ്മളെ പ്രശ്നം. സോ ഫസ്റ്റ് എന്ത് ചെയ്യാമോ, ഫസ്റ്റ് നമുക്ക് ചെറിയ വിട്ടിട്ടടിക്കാം. 50 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, റെഡി, ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 നെക്സ്റ്റ് 15 കൊടുക്കണോ? ചത്തു പോവോ? അഞ്ച് ലോഡ് ചെയ്ത് അപ്പോൾ അത്രയും പോകാത്ത സ്ഥിതി കൊണ്ട് അമ്മേ കിളി മാറട്ടോ. ഒരു ജിംബ്രോൻ്റെ എല്ലാ അഭാവങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ്
2 3 എൻ്റെ കിളി പോയി ദൈവമേ. പെരടി ലാസ്റ്റ് അടി അടിക്കാം. സോ ഉപയോഗിക്കുന്നതിന് മുന്നേയും ഉപയോഗിക്കുന്നതിന് ശേഷം we have to clean what we use. Okay, so ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ സംഗതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുറത്തിറങ്ങി. ഇനി കുറച്ച് നടക്കാണ്ട്, റൂമിലേക്ക് കുറച്ച് നടക്കാണ്ട്. നോക്കി കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ നായ്ക്കളെ ശല്യമുണ്ട്. സോ അത് മാത്രമല്ല റോഡ് സൈഡാണ്. അപ്പോൾ നോക്കി കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ സീന, വെറുതെ നമ്മളോരോ വള്ളി ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അപ്പോൾ ഈ പാലം കാണില്ലേ, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോകും. ഓൾമോസ്റ്റ് ടോട്ടല് ജിമ്മിൽ നിന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്, ഹോം സ്റ്റേ വരെ എത്താൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.3 കിലോമീറ്റേഴ്സാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കാർഡിയോൻ്റെ പകരം ഇതാക്കും, പോകുമ്പോഴും വരുമ്പോഴും. അത്രേ ഉള്ളൂ. ഇതിൽ പോണ വഴിക്ക് നമുക്ക് ഷൂവും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് നമ്മൾ ജിമ്മിലേക്ക് പോകുമ്പോൾ ഭയങ്കര മഴയല്ലോ. സോ അത് നമുക്ക് എടുക്കാനുണ്ട്. ഓക്കെ, അതെടുത്തിട്ട് നേരെ റൂമിൽ പോവാം. ഒരു പ്രോട്ടീൻ ഷേക്ക് എടുക്കുക, കിടന്നുറങ്ങാം. ഓക്കെ, ഫുഡിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡയറ്റ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, ഷോ കുറേ ഓക്കെ പറഞ്ഞല്ലോ. ഓക്കെ സെറ്റ് ശരി. അപ്പം എനിക്ക് ആകെയുള്ളൊരു പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി പോണേക്ക് മഴ പെയ്താ അത് ഇനി കൊള്ളാനാവില്ല. നേരത്തെ തന്നെ മഴനെ കൊണ്ട് ഞാൻ ഒരു മൈക്കോട്ട് വാങ്ങി, പിന്നെ ഒരു ചെരുപ്പ് വാങ്ങി. ഇതുണ്ടോ ചെരുപ്പ്, സോക്സ് ഒക്കെ 100-200 ചില്ലാനും തായ് ഭാഗത്തിന് ഞാൻ വാങ്ങി. എടുക്കണ്ടേ റെസ്റ്റോറൻറ്റോ, റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ആവുമെന്തോ സംശയമുണ്ട്. നമുക്ക് ടൈമുണ്ട്. നല്ല പ്രീമിയം ബീർ. ഏതായാലും മിനി എന്തോ അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, 7-Eleven അതേപോലെ തന്നെ. അപ്പം എൻ്റെ കൊടയും ഷൂ ഒക്കെ ഞാൻ ഇവിടെ വെച്ചിരിക്കണേ. ഏതായാലും അവിടെ പോയി കളക്ട് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങാണ്ട്. ഇനി ആകെ ഒരു പാക്ക് ചിക്കൻ മാത്രമേ ഇങ്ങോട്ട് ബാലൻസ് ഉള്ളൂ. അത് തീരും, ഇപ്പല്ല എന്തായാലും തീരും. അപ്പം ഒരു 4 ചിക്കനും വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതായിട്ട് വീട്ടിൽ പോവാം. അത് പോയി അതോടെ വിജയ് കട്ടിങ് വെച്ചിട്ട് കടിച്ച് കൊണ്ടുപോയോ. വാങ്ങാൻ ചിക്കൻ ഇല്ലല്ലോ. ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസല്ല, ചെസ്റ്റ് പീസല്ല. ഷോ, ഈ ചിക്കൻ ചെസ്റ്റ് പീസില്ല. എന്ത് ചെയ്യും, പിന്നെ വേറെ ഒന്നുമില്ല. ഈ സാധനമായി ഹെർബൽ ഇൻഹേലർ. ഇതിന് വേറെ സാധനം, ഒരു പച്ച കളറുണ്ട്, പക്ഷേ പച്ച കളർ ഇവിടെ കാണുന്നില്ല. ഒരു പച്ച കളർ ഉണ്ടാകുന്നുണ്ട്, അത് കാണുന്നില്ല. എൻ്റെ ചോപ്പെടുത്ത് ഞാനൊരു ഫുഡും വാങ്ങിട്ടോ, ചിക്കൻ്റെ എന്തോ ഒരു സുനി ഉണ്ടായിന്, അത് ഇവിടെ വാങ്ങി. എങ്ങോട്ട് ചെല്ലട്ടെ, മഴ മാറ്റണ്ടല്ലോ, സീനാവോ. ഞാൻ 7-Eleven അല്ല, ബിഗ് സി മാർട്ടിൽ നമ്മൾ കയറിയില്ലേ, അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കയറിയപ്പം ചിക്കൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവിടെ ഇങ്ങനെ വെറുതെ കണ്ടപ്പം മൂടായപ്പോൾ വാങ്ങിയതാണ്. എന്താ നല്ല കിടുക്കൻ ടേസ്റ്റ് സാധനം.
രക്ഷയില്ല. നമ്മുടെ നാട്ടിലത്തെ എന്തോ ഒരു ചോയം പുളിയൊക്കെ ഉണ്ട്, നല്ല എരിവുണ്ട്, കുഴപ്പമില്ലാത്ത എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ഓക്കെ, സോ ഫൈനലി വി ആർ ഇൻ അവർ ഹോം. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാട്ടോ, നല്ല ചൂടാണ്. പോരാത്തതിന് ആ എ സി ഒന്നും വർക്ക് ചെയ്യില്ല ഇവിടെ, ആകെ ഈ ഫാൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇനി ആഫ്റ്റർ ഡിന്നറായിട്ട് നമ്മൾ 7 നമ്മൾ അവിടുന്ന് ആ സ്റ്റോറിൽ നിന്ന് ഒരു ചെറിയൊരു ഫുഡ് കഴിച്ചില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും വിശപ്പ് തുടങ്ങി. അപ്പം ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്യണം. ഇത് മറ്റേ ഇൻഹേലറാണ്, വൈറലായിട്ടുള്ളൊരു ഇൻഹേലർ ഉണ്ടല്ലോ, അതാണ്. സോ ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പം ഏതായാലും വെള്ളം കുടിച്ച് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ജിമ്മും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ ജിമ്മാണ്. ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് കൂടുതലായിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓവറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാഞ്ഞ്. നമ്മൾ അത്യാവശ്യം 3 കളിയുടെ വീഡിയോസ് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് ട്രൈസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഏതായാലും ഇത് നോക്കട്ടെ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാം. എൻ്റെ കമ്പനിക്കാരൻ തന്നെ ചങ്ങായി കുറേ കാലമായി ഇതിൻ്റെ വീട്ടിൽ കിടക്കണം, ഇങ്ങനെ ഒരു സാധനം കിട്ടും. അതെന്തായാലും ഈ തായ്ലാൻഡ് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇതെന്തായാലും കൊണ്ടുവരണം, ഇല്ലയെന്നുണ്ടെങ്കിൽ മോനെ പ്രശ്നമാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചാണ്. ഞാൻ ഓൻ്റെ അടുത്ത് നിന്നാണ് ഇതുപോലും വാങ്ങിയത്. നമ്മളൊരു ഗോപ്രോ എടുത്തിട്ടുണ്ട്, ആ ഗോപ്രോ വരെ ഓന് തന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്, ഇത് കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. സോ ഇത് ഇവിടെ വെച്ചപ്പോൾ തന്നെ ആ മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഫാൻ അവിടെ ഓണാണ്, അതുകൊണ്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതൊന്നല്ല, എൻ്റെ മോനെ. ഇത് നാട്ടിൽ എന്തായാലും വാങ്ങി കൊണ്ടോണം. എടാ മോനെ, എന്തായാലും ഈ സാധനം വാങ്ങി കൊണ്ടോണം. ഇതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ മറ്റേ വിക്സിൻ്റെ ഒക്കെ ഒരു ഇതിൽ എങ്ങനെയാണ് ഒരു സ്റ്റിക്കി ഒരു ഹാർഡായിട്ടുള്ളൊരു സംഭവമാണല്ലോ, ഒരു ഹാർഡായിട്ടുള്ളൊരു ലോഷൻ ടൈപ്പാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് ഹാർഡായിട്ടുള്ള, അതായത് ഇത് ലോഷനല്ല, ഇത് കണ്ടോ, ഇത് ലോഷനല്ല, ഇത് വേറെന്തോ ഒരു ടൈപ്പ് ഓഫ് ചെടിയോ എന്തോ ഒരു സാധനം. എന്തായാലും സാധനം കിടക്കി. ഇതേതായാലും ഒന്ന് വാങ്ങിക്കൊണ്ടുപോകണം. ഒന്നല്ല, കുറച്ചെണ്ണം വാങ്ങിക്കൊണ്ടുപോകേണ്ടി വരും. ചങ്ങായിമാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. ചാനലായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോന്നിട്ട്, അതായത് തായ്ലാൻഡിലേക്ക് വന്നിട്ട് ചങ്ങായിമാർ ഇനി ഒന്നും കൊണ്ടുവന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുത്തെ മെയിൻ സംഭവം തന്നെ കൊണ്ടുപോകണമല്ലോ. പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇനിയിപ്പോൾ നമ്മളടുത്ത് പോകുന്ന വേറൊരു രാജ്യത്തേക്കാണ്. തായ്ലാൻഡിൽ നിന്ന് നമ്മളെ നാട്ടിലേക്കല്ല നമ്മൾ പോകുന്നത്, ഇന്ത്യയിലേക്കല്ല പോകുന്നത്, ഇനി വേറൊരു മൂന്നാമതൊരു കൺട്രിയിലേക്കാണ് പോകുന്നത് നമ്മൾ. സോ അത് സീനാവുമോ എന്നുള്ളത് നോക്കണം. കാരണം ഞാൻ ഹാൻഡ് ബാഗേജ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ, ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ലഗേജ് ഉണ്ടാവില്ല. സോ ചിലപ്പോൾ സീനാവാൻ സാധ്യതയുണ്ട്. ഏതായാലും നോക്കാം. എങ്ങനത്തെയാലും ഇത് സാധനം കൊണ്ടുപോകും, ഹാൻഡ് ബാഗിൽ കൊള്ളാവുന്ന അത്രത്തോളം കൊണ്ടുപോകും. ബാക്കിയുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും, വേറെ നിവർത്തിയില്ലല്ലോ. അപ്പം ജിമ്മത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ജിമ്മും കണ്ടില്ലേ. അപ്പം ഇനിയുള്ള ഒരു മാസത്തോളം ഞാൻ ആ ജിമ്മിലായിരിക്കും, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകും. അവിടെ നമ്മൾ വർക്കൗട്ടും പിന്നെ
മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഓക്കെ, കിടക്ക് തരാം.